بسم الله الرحمن الرحيم അല്ലാഹു അവന്റെ അപാരമായ കഴിവുകൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. അവൻ ഏകനാണ്, അവന് പങ്കാളികളില്ല. അവൻ തന്നെയാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. അവരെ ഭൂമിയിലേക്ക് പരീക്ഷണത്തിനു വേണ്ടി അയച്ചതിനു ശേഷം അവൻ അറിയിച്ചു, ഭൗതിക ജീവിതത്തിലെയും മരണാനന്തര ജീവിതത്തിലെയും വിജയം ദീനിലാണ്. അതായത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കും അന്ത്യനബി മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്കും വഴിപ്പെട്ട് ജീവിക്കുന്നവൻ ദുനിയാവിലും മരണത്തിനു ശേഷമുള്ള ജീവിതത്തിലും വിജയിക്കുന്നതാണ്. ഈ വിജയം കരസ്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ദീനി അറിവ് നേടൽ എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ്. അതുകൊണ്ട് മുഴുവൻ വ്യക്തികളും തങ്ങളുടെ കുട്ടികളെ നല്ല സ്കൂളുകളിൽ അയച്ച് ദുനിയവിയായ അറിവ് പഠിപ്പിക്കുന്നതിനോടൊപ്പം ദീനി സ്കൂളിൽ അഥവാ മദ്രസയിൽ അയച്ച് ദീനി അറിവും പഠിപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ സ്വയം തിരക്കുകളിൽ നിന്നും അല്പസമയം ഒഴിവാക്കിയെടുത്ത് ദീനി അറിവ് നേടലും അത്യന്താപേക്ഷിതമാണ്. താങ്കളുടെ മക്കൾ ദീനീപരവും ഭൗതികപരമായ വിജ്ഞാനം നേടുന്നതോടെ മുഴുവൻ മനുഷ്യകുലത്തിനും ഉപകാരം ചെയ്യുന്നവരായി തീരുന്നതാണ്. അവരെ ഈമാനും ഇബാദത്തും ഉള്ളതോടൊപ്പം സേവന തൽപരരായ ഡോക്ടർ, സത്യത്തിന്റെ ഭാഗത്ത് നിലകൊള്ളുന്ന വക്കീൽ, സത്യസന്ധനായ കച്ചവടക്കാരൻ, വിശ്വസ്തനായ തൊഴിലാളി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കാണാൻ കഴിയും. സമ്പന്നർ ദരിദ്രരെ സഹായിക്കുന്നവരും ദരിദ്രർ ക്ഷമ അവലംബിക്കുന്നവരും അള്ളാഹുവിൽ നിന്നും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരും ആയിത്തീരും. മാതാപിതാക്കൾ മക്കൾക്ക് ഉത്തമ ശിക്ഷണം പകർന്നു നൽകുന്നവരും മക്കൾ മാതാപിതാക്കൾക്ക് സേവനമനുഷ്ഠിക്കുന്നവരുമാകും. ചുരുക്കത്തിൽ അവർ നല്ല വ്യക്തികളായി ഹലാലും ഹറാമും തിരിച്ചറിയുന്നവരും മാതാപിതാക്കൾക്കും കുടുംബത്തിനും രാജ്യത്തിനും ലോകത്തെ എല്ലാ മതവിശ്വാസികൾക്കും ഉപകരിക്കുന്നവരുമായി മാറും. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ ഉത്തമ സമുദായമാണ്. മുഴുവൻ മനുഷ്യർക്കും നന്മയുണ്ടാക്കുന്നതിനാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ വസ്തുതകളെ മുൻനിർത്തി ഇദാറ ദീനിയാത്ത് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ 2003 മുതൽ മുനസ്സം അഥവാ വ്യവസ്ഥാപിത രൂപത്തിലുള്ള പ്രാഥമിക മദ്രസകൾ സ്ഥാപിക്കുന്നതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ, പുരുഷന്മാർ, സ്ത്രീകൾ എന്നീ മുഴുവൻ വിഭാഗങ്ങളിലും അടിസ്ഥാന ദീനീ വിജ്ഞാനവും സൽസ്വഭാവവും അഥവാ മോറൽ എഡ്യൂക്കേഷനും ഖുർആൻ ഹദീസുകളുടെ വെളിച്ചത്തിൽ പകർന്നു നൽകുവാനും ഈ സ്ഥാപനം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. തൽഫലമായി ഇന്ന് ഒരു കുട്ടിക്ക് തന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം സമീപത്തെ ദീനിയാത്ത് മദ്രസയിൽ 1 മണിക്കൂർ ചെലവഴിച്ചാൽ അടിസ്ഥാന ദീനീ അറിവുകൾ നേടാൻ കഴിയും. കുറച്ചു സമയം അധികം ചെലവഴിച്ചാൽ ഹാഫിളും ആലിമും ആകാൻ കഴിയും. ലോകത്തിലെ അറബിക് കോളേജുകൾ, സ്കൂളുകൾ, ഡിഗ്രി കോളേജുകൾ മുതലായ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. 4 അടിസ്ഥാന ഘടകങ്ങൾ കൊണ്ട് ചിട്ടപ്പെടുത്തപ്പെട്ടവയാണവ. 1. പാഠ്യപദ്ധതി അഥവാ സിലബസ്. 2. അധ്യാപന ശൈലി അഥവാ ടീച്ചിംഗ് മെത്തേഡ്. 3. ഘടന അഥവാ സിസ്റ്റം. 4. മേൽനോട്ടം. ഈ 4 കാര്യങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കുന്നതിന് ഇവയെ 10 ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ശ്രോതാക്കൾക്ക് സൗകര്യപ്പെടുന്നതിന് അവ ഇവിടെ പറയപ്പെടുകയാണ്. 1. നിയ്യത്ത്. 2. സിലബസ് മനസ്സിലാക്കുക. 3. അധ്യാപന ശൈലി മനസ്സിലാക്കുക. 4. സ്ഥല സൗകര്യങ്ങൾ, മദ്രസ സാമഗ്രികൾ, ഫീസ് എന്നിവ ഏർപ്പാടാക്കുക. 5. മുഅല്ലിമിനെ നിശ്ചയിക്കലും പരിശീലനം നൽകലും. 6. വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കൽ. 7. അഡ്മിഷൻ നടപടികൾ. 8. പരീക്ഷ, വാർഷിക സമ്മേളനം, മീറ്റിംഗ്. 9. മേൽനോട്ടം. 10. പുതിയ മദ്രസകളും സ്കൂളുകളും തുടങ്ങുവാനുള്ള പരിശ്രമം. 1-ാം ഘട്ടം നിയ്യത്ത്. ലോകം മുഴുവൻ വ്യവസ്ഥാപിത പ്രാഥമിക മദ്രസകൾ സ്ഥാപിക്കുവാനും സ്കൂളുകളിൽ ദീനിയാത്ത് സിലബസ് ഉൾപ്പെടുത്തുവാനും പരിശ്രമിക്കുമെന്ന് നിയ്യത്ത് ചെയ്യുക.
അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്തിന്റെ അടിസ്ഥാനം നല്ല നിയ്യത്താണ്. നിയ്യത്ത് നന്നായാൽ എല്ലാ പ്രവർത്തനങ്ങളും ഇബാദത്തുകളായി മാറുകയും ചെറിയ പ്രവർത്തനങ്ങൾക്ക് പോലും വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. നിയ്യത്ത് മോശമായാൽ പർവ്വത സമാനമായ നന്മകൾ നിഷ്ഫലമായി മാറുകയും ചെയ്യും. ഒരു ഹദീസിൽ അന്ത്യനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, നന്മകളുടെ പ്രതിഫലത്തിന് അടിസ്ഥാനം നിയ്യത്താണ്. ഓരോ വ്യക്തിക്കും അവർ കരുതിയതാണ് ലഭിക്കുക. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, അള്ളാഹു പറയുന്നു, ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും പിന്നീട് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു അവന് പൂർണ്ണമായ ഒരു നന്മ രേഖപ്പെടുത്തുന്നതാണ്. ഇനി നന്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ അവന് 10 മുതൽ 700ഓളം വരെയും ചിലപ്പോൾ അതിനേക്കാൾ 10 മടങ്ങും നന്മകൾ രേഖപ്പെടുത്തുന്നതുമാണ്. മഹാന്മാർ പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പല ഭാഗങ്ങളിലും നല്ല മനോധൈര്യമുള്ളവരും ഉമ്മത്തിന്റെ അവസ്ഥയിൽ വേദനിക്കുന്നവരുമായ മുസ്ലിങ്ങൾ കഴിയുന്നുണ്ട്. അവർ നന്മയുടെ പ്രവർത്തനത്തിന് മുന്നോട്ട് വരികയും അത് തങ്ങളുടെ ജീവിത ലക്ഷ്യമാക്കി മാറ്റുകയും അതിനെ ഉയർന്ന ഇബാദത്തും ദീനീ സേവനവുമായി കണക്കാക്കുകയും ചെയ്താൽ ശരിയായ ചിന്താശേഷിയുള്ള മുസ്ലിമിന് ഒരു സംശയത്തിനും പഴുതില്ലാത്ത കാര്യമാണ്. പരിഹാരമില്ലെന്ന് മനസ്സിലാക്കപ്പെടുന്ന ഉമ്മത്തിന്റെ പല പ്രശ്നങ്ങളും വളരെ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുന്നതാണ്. എന്നാൽ അതിനുള്ള ഒന്നാമത്തെ നിബന്ധന ദൃഢനിശ്ചയവും രണ്ടാമത്തെ നിബന്ധന ആസൂത്രണവും ചിട്ടയുമാണ്. ഈ 2 ഗുണങ്ങളും എല്ലാ പ്രയാസങ്ങളെയും എളുപ്പവും അസംഭവ്യമായതിനെ സംഭവ്യമാക്കുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ നാം ലോകത്തെല്ലായിടത്തും കുട്ടികൾക്കും മുതിർന്നവർക്കും വ്യവസ്ഥാപിത മദ്രസകളെ സ്ഥാപിക്കുമെന്നും അതുവഴി അള്ളാഹുവിന്റെ തൃപ്തി നേടുമെന്നും നിയ്യത്ത് ചെയ്യുക. അതിനായി ശാരീരിക അധ്വാനവും സമ്പത്തും ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് വരിക. എങ്കിൽ അള്ളാഹു നമ്മെ കുട്ടികൾക്കും മുതിർന്നവർക്കും ദീനീ അറിവ് പരിശീലിപ്പിക്കാൻ കാരണക്കാരാക്കും. ഇന്നത്തെ കുട്ടികൾ നാളത്തെ മാതാപിതാക്കളാകുമ്പോൾ തങ്ങളുടെ സന്താന പരമ്പരകളെ വഴികേടിൽ നിന്ന് രക്ഷിക്കാൻ പരിശ്രമിക്കുന്നവരാകും. തുടർന്ന് ഈ പരമ്പര ഇൻഷാ അള്ളാഹ് ഖിയാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ദീൻ അനുസരിച്ച് ജീവിക്കണമെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ എങ്ങനെയാണ് ദീൻ അനുസരിച്ച് ജീവിക്കേണ്ടത്? എന്താണ് പഠിക്കേണ്ടത്? എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? ആരിൽ നിന്നുമാണ് പഠിക്കേണ്ടത്? ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കൽ കുറച്ച് പ്രയാസകരമായി തോന്നാം. എന്നാൽ ഇത് വളരെ എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ദീൻ വളരെ എളുപ്പമാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീൻ പഠിക്കലും പഠിപ്പിക്കലും എളുപ്പമാകുമെന്നത് വളരെ വ്യക്തമാണ്. ആയതിനാൽ ഈ സംവിധാനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കണം. സംസാരത്തിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാനുള്ള പ്രേരണ ലഭിക്കും. പ്രവർത്തനത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗവും ലഭിക്കും. മദ്രസയെ വ്യവസ്ഥാപിതമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി അനിവാര്യമാണ്. ഒരു ഭവനാന്തരീക്ഷം അതിലെ വീട്ടുകാരിലൂടെ ചലിക്കുന്നത് പോലെ മസ്ജിദിലെയും മദ്രസയിലെയും നല്ല സംവിധാനം മസ്ജിദിന്റെ മുത്തവല്ലി, ട്രസ്റ്റി മുതലായവരിലൂടെയും പ്രദേശത്തെ നല്ല വ്യക്തികളിലൂടെയുമാണ് ചലിക്കുന്നത്. ഒരു സംവിധാനം ചലിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ അനിവാര്യമാണ്. ആയതിനാൽ മദ്രസ നടത്തിപ്പിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ നിർബന്ധമാണ്. അത് പണ്ഡിതനും പാമരനും സമ്പന്നനും ദരിദ്രനും പുരുഷനും സ്ത്രീക്കും തുടങ്ങി എല്ലാ വ്യക്തികൾക്കും നിഷ്പ്രയാസം നിർവഹിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്വവുമാണ്. കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകലാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾ ചെയ്യേണ്ടത്. നല്ല അധ്യാപകരെ നിയമിക്കുക, ശുചീകരണത്തിന് സേവകൻ, നല്ല സ്ഥല സൗകര്യം മുതലായവ തയ്യാറാക്കി ഈ പ്രവർത്തനത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം. മദ്രസയിലെ ചുമതലക്കാരൻ ദീനിയാത്ത് വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് സിസ്റ്റം മനസ്സിലാക്കൽ നിർബന്ധമാണ്. മദ്രസ വ്യവസ്ഥാപിതമായി നടത്താൻ തയ്യാറാകുന്ന വ്യക്തി ദീനിയാത്ത് വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് സിസ്റ്റം, സിലബസ് എന്നിവ മനസ്സിലാക്കൽ അങ്ങേയറ്റം അനിവാര്യമാണ്. ഇവ മനസ്സിലാക്കിയ ശേഷമേ മദ്രസയെ വ്യവസ്ഥാപിതമാക്കാൻ കഴിയുകയുള്ളൂ. ആയതിനാൽ ഓരോ മസ്ജിദിന്റെ മുത്തവല്ലിമാരും കമ്മിറ്റി അംഗങ്ങളും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ്. വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ശേഷം ആഴ്ചയിൽ 1 മണിക്കൂർ മദ്രസയ്ക്ക് വേണ്ടി ചിലവഴിക്കുക. മദ്രസ ചുമതലക്കാരൻ ആഴ്ചയിൽ കുറഞ്ഞത് 1 മണിക്കൂർ മദ്രസയ്ക്ക് വേണ്ടി ചിലവഴിക്കണം.
ചുമതലപ്പെട്ട വ്യക്തി ഉസ്താദുമാരോടൊപ്പം മദ്രസ കാര്യങ്ങൾ ആലോചിക്കാൻ തയ്യാറായാൽ ഉസ്താദുമാർക്ക് അധ്യാപന കാര്യങ്ങളിൽ സഹായകരമാവുകയും അവരുടെ ശ്രദ്ധ വർദ്ധിക്കുകയും ചെയ്യും. സമയം ഒഴിവാക്കി മദ്രസ വിഷയങ്ങൾ കൂടി ആലോചിക്കുമ്പോൾ നടത്തിപ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. തുടർന്ന് വളരെ വേഗം മദ്രസ പുരോഗതിയിലേക്ക് ഉയരും. മഹാന്മാരുടെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത് വ്യവസ്ഥാപിത മദ്രസയുടെ പരിശ്രമം നാം ഓരോരുത്തരും സ്വയം ആരംഭിക്കണമെന്നതാണ്. ഇക്കാലത്ത് വലിയൊരു വിഭാഗം ദീനില്ലാത്തവരായി മാറിക്കഴിഞ്ഞു. അവരെ ദീനീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഏറ്റവും നല്ല മാർഗം അവരുടെ മക്കൾക്ക് നല്ല ദീനീ ശിക്ഷണം നൽകലാണ്. അനുഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ളവർ ഒരു ബുദ്ധിമുട്ടില്ലാതെ തങ്ങളുടെ മക്കളിൽ നിന്നും ദീൻ കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നതാണ്. തുടർന്ന് ദീനില്ലാത്ത ജീവിതത്തിൽ നിന്നും അവർ ഖേദിച്ച് ദീനിലേക്ക് എന്നേക്കുമായി മടങ്ങും. മാത്രമല്ല അവർ ദീനീ പരിശ്രമങ്ങൾ ഏറ്റെടുക്കുന്നവരുമായി മാറും. ആയതിനാൽ എല്ലാ പ്രദേശത്തും ദീനീ ചിന്തയുള്ള കുറച്ചാളുകൾ വ്യവസ്ഥാപിത മദ്രസകൾ സ്ഥാപിക്കുവാനുള്ള പരിശ്രമം ഏറ്റെടുക്കുക. ഒന്നാം ഘട്ടത്തിൽ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ: 1. ലോകം മുഴുവൻ ദീനിയാത്ത് പ്രാഥമിക മദ്രസകൾ സ്ഥാപിക്കുവാനും സ്കൂളുകളിൽ ദീനിയാത്ത് സിലബസ് ഉൾപ്പെടുത്തുവാനും പരിശ്രമിക്കുമെന്ന് നിയ്യത്ത് ചെയ്യുക. 2. മദ്രസ വ്യവസ്ഥാപിതമാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി അനിവാര്യമാണ്. 3. മദ്രസയുടെ ചുമതലക്കാരൻ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് സിസ്റ്റം മനസ്സിലാക്കൽ നിർബന്ധമാണ്. 4. വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ശേഷം ആഴ്ചയിൽ 1 മണിക്കൂർ മദ്രസയ്ക്ക് വേണ്ടി ചെലവഴിക്കുക.